ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്ന് ബ്രസീലിയൻ ലീഗിൽ നടന്ന മത്സരത്തിലും സാന്റോസ് പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. 1-2 ഗോളുകൾക്കാണ് അത്ലറ്റിക്കോ പാരനൈൻസ് സാന്റോസിനെ പരാജയപ്പെടുത്തിയത്. ഈ മത്സരത്തിൽ നെയ്മർ കളിച്ചിട്ടില്ല. ഇത് സിന്തറ്റിക് ടർഫിലായിരുന്നു മത്സരം, അതുകൊണ്ടാണ് നെയ്മർ കളിക്കാതിരുന്നത്. പക്ഷേ ഫെബ്രുവരി 16 പുലർച്ചെ ഇന്ത്യൻ സമയം 5 മണിക്ക് പൗളിസ്റ്റ ഏവണിൽ നടക്കുന്ന മത്സരത്തിൽ വെലോ ക്ലബ്ബ് എന്ന ടീമാണ് സാന്റോസ് FC-യുടെ എതിരാളികൾ. ആ മത്സരത്തിൽ നെയ്മർ ജൂനിയർ കളിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് വെലോ ക്ലബിന്റെ ആരാധകർ അഥവാ അവരുടെ അൾട്രാസ് തങ്ങളുടെ താരങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോയാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. തങ്ങളുടെ താരങ്ങളോട് സംസാരിക്കുന്ന വീഡിയോയാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. പക്ഷേ നെയ്മറെ വേൾഡ് കപ്പിൽ നിന്നും പുറത്താക്കാനും ഏത് വിധേനയും വിജയിക്കാനുമാണ് ഇവർ തങ്ങളുടെ താരങ്ങളോട് ആഹ്വാനം ചെയ്യുന്നത്. അതിൽ അൾട്രാസ് ആ താരങ്ങളോട് പറയുന്നത് ഇങ്ങനെയാണ്: നെയ്മറെ വേൾഡ് കപ്പിൽ നിന്നും പുറത്താക്കണമെങ്കിൽ ആ സൺ ഓഫ് എ ബിച്ചിനെ വേൾഡ് കപ്പിൽ നിന്നും പുറത്താക്കിക്കോളൂ. വിജയിക്കാൻ എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്തോളൂ. ഇതാണ് നെയ്മറെ കുറിച്ച് ആരാധകർ പറയുന്നത്. അതായത് ബ്രസീലിലെ തന്നെ ആരാധകരാണ് ഈ പറയുന്നത്. നെയ്മറെ വേൾഡ് കപ്പിൽ നിന്നും വേണമെങ്കിൽ പുറത്താക്കിക്കോളൂ. ഈ മത്സരത്തിൽ നെയ്മറെ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. കൂടാതെ നെയ്മറെ തെറി വിളിക്കുകയാണ് അവർ ചെയ്യുന്നത്. ഇതിനോട് നെയ്മർ ജൂനിയർ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ പ്രതികരിച്ചിട്ടുണ്ട്. അതായത് മുൻ ബ്രസീലിയൻ സൂപ്പർ താരമായിരുന്ന അഡ്രിയാനോയുടെ ഒരു ചിത്രമാണ് ഇപ്പോൾ നെയ്മർ ജൂനിയർ പങ്കുവച്ചിട്ടുള്ളത്. അഡ്രിയാനോ തൻ്റെ ടീഷർട്ടിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇത്തരം മോശം ആളുകളോട് ദൈവം പൊറുക്കട്ടെ എന്നാണ് അഡ്രിയാനോ തൻ്റെ ടീഷർട്ടിൽ എഴുതിയിട്ടുള്ളത്. ആ ചിത്രമാണ് നെയ്മർ ജൂനിയർ ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത്. അതായത് ഇത്തരം മോശം ആളുകളോട് ദൈവം പൊറുക്കട്ടെ എന്നാണ് നെയ്മർ ജൂനിയർ ഇതിൻ്റെ പ്രതികരണമായി കൊണ്ട് പങ്കുവച്ചിട്ടുള്ളത്. ഏതായാലും നെയ്മർക്ക് കാര്യങ്ങൾ ഒട്ടും എളുപ്പമാവില്ല. എതിർ ആരാധകരിൽ നിന്നും അടുത്ത മത്സരത്തിൽ വലിയ പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ ഏൽക്കേണ്ടി വന്നേക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.